പാലക്കാട് മൂത്താന്തറയിലെ സ്കൂൾ പരിസരത്ത് സ്ഫോടനം. പ്രദേശവാസിയായ 10 വയസ്സുകാരന് പരിക്കേറ്റു. മൂത്താന്തറ ദേവി വിദ്യാനികേതൻ സ്കൂളിന്റെ പരിസരത്താണ് അപകടമുണ്ടായത്. ഇക്ബാൽ അറക്കൽ ചേരുന്നു. ഇക്ബാൽ, പന്നിപ്പടക്കമാണ് പൊട്ടിത്തെറിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ്? ഈ കുട്ടിയുടെ പരിക്ക് എങ്ങനെയുണ്ട്? പിന്നീട് അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ ഒരു അപകടം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മൂത്താന്തറ മേഖലയിൽ വെച്ചുണ്ടാവുന്നത്. ഈ ദേവി വിദ്യാനികേതൻ എന്ന് പറയുന്ന സ്കൂളിൻ്റെ കോമ്പൗണ്ട് പരിസരത്ത് നിന്നാണ് ഇത്തരത്തിൽ ഈ പടക്കം ലഭിച്ചതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത് ലഭിക്കുന്നത് പ്രദേശവാസിയായിട്ടുള്ള ഒരു 10 വയസ്സുകാരനാണ്. 5ാം ക്ലാസ് പഠിക്കുന്ന നാരായണൻ എന്ന് പറയുന്ന കുട്ടിക്കാണ്. ഈ കുട്ടി ഈ സ്കൂൾ കോമ്പൗണ്ടിൽ നിന്നും ഒരുപക്ഷെ നമുക്ക് ദൃശ്യങ്ങൾ കാണിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ എനിക്ക് സമീപത്തുള്ള ഈ ബക്കറ്റിൽ ഈ പന്നിപ്പടക്കമുണ്ട്. ഇപ്പോൾ സാർ ഒരു മിനിറ്റ്, ഈ കാണുന്ന 4 പന്നിപ്പടക്കങ്ങളുണ്ട്. 5 പന്നിപ്പടക്കമായിരുന്നു സ്കൂൾ കോമ്പൗണ്ടിലുണ്ടായിരുന്നു. ഇതിൽ ഒന്നെടുത്ത് ഈ സ്കൂളിന് സമീപത്തുള്ള തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ഈ പരിസരത്ത് ഇപ്പോൾ ഈ മേഖലയിലുള്ള വീട്ടിലെ കുട്ടി 10 വയസ്സുകാരനായിട്ടുള്ള നാരായണൻ ഈ പന്നിപ്പടക്കം എടുക്കുന്നു. പിന്നീട് വീട്ടിലേക്ക് പോകുന്നു. അത് രക്ഷിതാക്കൾ കാണുന്നു. അത് ഒഴിവാക്കാൻ പറയുന്നതിനിടയിലാണ് ഈ പടക്കം പൊട്ടിത്തെറിക്കുന്നത്. ഈ കുട്ടിക്ക് നിസ്സാരമായിട്ടാണെങ്കിൽ പോലും പരിക്കേറ്റിട്ടുണ്ട്. ഏതായാലും ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ സ്കൂളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഈ മറ്റ് 4 പന്നിപ്പടക്കവുമായി ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പോവുകയാണ്. ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ പടക്കം ഈ മേഖലയിൽ നിന്ന് കൊണ്ടുപോവുകയാണ്. സ്ഫോടക വസ്തുവാണ് എന്നുള്ളതാണ്. ഇത് പന്നിപ്പടക്കം തന്നെയാണോ എന്നുള്ളത് പരിശോധിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്യുന്നത്. പാലക്കാട് മൂത്താന്തറയിൽ ഉള്ള ദേവി വിദ്യാനികേതൻ എന്ന് പറയുന്ന ദേവി വിദ്യാനികേതൻ എന്ന് പറയുന്ന സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ നിന്നാണ് ഇത്തരത്തിൽ പ്രദേശവാസിയായിട്ടുള്ള കുട്ടിക്ക് ഇത്തരത്തിൽ ഈ സ്ഫോടക വസ്തു ലഭിക്കുന്നത്. ആ കുട്ടി കളിക്കുന്നതിനിടയിൽ രക്ഷിതാക്കൾ ഇത് കൃത്യമായി തന്നെ കാണുകയും ഈ കുട്ടിയെ തടയാൻ ശ്രമിക്കുന്നു. ഇതിനിടയിലാണ് ഈ പടക്കം പൊട്ടിപ്പോയത്, അല്ലെങ്കിൽ ഈ സ്ഫോടക വസ്തു പൊട്ടിപ്പോകുന്ന കുട്ടിക്ക് പരിക്കേറ്റുണ്ട്. ഏതായാലും സ്കൂൾ പരിസരത്ത് കണ്ടെത്തിയിട്ടുള്ള മറ്റ് 4 സ്ഫോടക വസ്തുക്കൾ ഇപ്പോൾ ബോംബ് സ്ക്വാഡ് അത് റിക്കവർ ചെയ്ത് ഇവിടെ നിന്ന് ഇപ്പോൾ കൊണ്ടുപോവുകയാണ്. ഏതായാലും ഇവിടെ നിന്ന് ഇപ്പോൾ ആ കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഈ മേഖലയിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വിനീത, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കാണുന്ന ഈ സ്കൂൾ പരിസരത്ത് വെച്ചാണ് ഇത്തരത്തിൽ ഒരു അപകടം അല്പസമയം മുമ്പ് ഉണ്ടാവുന്നത്. ഏതായാലും ഇവിടെ പ്രദേശവാസികളുണ്ട്, ആ സമയത്തുണ്ടായിരുന്ന ആളുകൾ എല്ലാം ഉണ്ട്. ചേട്ടാ, എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുള്ളത് അറിയാൻ? എത്ര മണിക്കായി അപകടം ഉണ്ടായത്? ഒരു 5 മണിയാകുമ്പോൾ ഒരു കുട്ടി കളിക്കാൻ വന്നതാണ്. തൊട്ട വീട്ടിൽ കുട്ടി സ്കൂളിലെ കോമ്പൗണ്ടിൽ കളിക്കാൻ വന്നതാണ്. ഒരു ചെറിയ പന്നിപ്പടക്കം പോലത്തെ സാധനമാണ്. കുട്ടിക്ക് അറിഞ്ഞില്ല. അതെടുത്ത് കല്ലെടുത്ത് കുത്താൻ നോക്കി, പൊട്ടിയില്ല. തൊട്ടടുത്ത് അമ്മ കണ്ടപ്പോൾ തൂക്കി അറിയാൻ വേണ്ടി പറഞ്ഞപ്പോൾ നല്ല ഉഗ്രശബ്ദത്തോടെ പൊട്ടി. ഏകദേശം 100 മീറ്റർ ചുറ്റളവിൽ സൗണ്ട് കേട്ടിട്ടുണ്ട്. കുട്ടിക്ക് ചെറിയ നിസ്സാര പരുക്കുണ്ട്. കുട്ടി എവിടെ നിന്നാണ് സ്കൂൾ കോമ്പൗണ്ടിൽ എവിടെ നിന്നാണ് കിട്ടിയെന്ന് ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയെന്നാണ് പറഞ്ഞത്. അതെ. പിന്നെ ഒന്ന് തെരഞ്ഞു നോക്കിയപ്പോൾ അതേപോലത്തെ 4 കൂടെ എക്സ്ട്രാ കിട്ടി. അപ്പോൾ അതിന് വിവിധ ഭാഗങ്ങളായിട്ട് കിടക്കുകയായിരുന്നു. പോലീസുകാരെ വിളിച്ച് ബോംബ് സ്ക്വാഡ് ഒന്ന് പരിശോധിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. ഇക്ബാൽ അറക്കൽ സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇപ്പോൾ സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് 4 ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ കൂടി റിക്കവർ ചെയ്ത് ഉദ്യോഗസ്ഥർ കൊണ്ടുപോയിട്ടുണ്ട്.